പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പിണക്കങ്ങളെക്കുറിച്ചാണ്. ഈ പിണക്കങ്ങളെന്ന് പറയുന്നത് ഇനി ആരൊക്കെ തമ്മിൽ എന്ത് വിഷയത്തിനാണെങ്കിലും പിണക്കങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനുള്ളതാണ്. മിക്കവാറും പിണക്കങ്ങളെല്ലാം എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പുറത്ത് പുലർത്തിക്കൊണ്ടു പോകുന്ന പിണക്കങ്ങളാണെന്ന് നമ്മൾ ആ പിണക്കം തീർക്കാൻ വേണ്ടി യഥാർത്ഥ കാര്യങ്ങളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ബോധ്യമാകും. എന്തോ ഒരു കാരണം കൊണ്ട് എന്നോ ചിലർ മിണ്ടാതിരിക്കുന്നു. ആ മിണ്ടാതായി ഇരിക്കുന്നവർ പിന്നെ കാണുമ്പോൾ മുഖം തിരിക്കും. അവർ പോകുന്ന വഴിയെ പോവില്ല, അവരിരിക്കുന്നിടത്ത് ഇരിക്കില്ല, അവരുടെ വിഷയമേ സംസാരിക്കില്ല. അത് കൂടുതൽ ശക്തമായി ഒരു ആത്യന്തിക വൈരാഗ്യത്തിലോട്ട് നീങ്ങിപ്പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ചെറിയ പിണക്കമാണെങ്കിൽ പോലും പിണക്കം വരുമ്പോൾ തന്നെ അതിൻ്റെ മൂലകാരണങ്ങൾ തമ്മിൽ സംസാരിച്ച്, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാൻ പറ്റാതെ വന്നവർ മീഡിയേറ്റർ കൊണ്ട് സംസാരിപ്പിച്ചിട്ടാണെങ്കിൽ പോലും തെറ്റിദ്ധാരണകൾ നീക്കി തുറന്ന് സംസാരിച്ച്, ഇനി എന്തെങ്കിലും മനസ്സറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ക്ഷമ ചോദിക്കൽ തീരുന്നൊരു പ്രശ്നമാണെങ്കിൽ അത് തീർത്ത് സന്തോഷമായിട്ട് പോകണം. കാരണം നമ്മൾ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ മാത്രമേ നമ്മൾ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം നമ്മൾ പുറത്തോട്ട് വിടുന്നില്ല. കാരണം ഇന്ന് എൻ്റെ നാട്ടിൽ നടന്നവർ ഒരു കുഞ്ഞ് കരഞ്ഞ് ശ്വാസം പിടിച്ച് കരഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി. ശരിക്കും എല്ലാവർക്കും, പിണങ്ങിയിരിക്കുന്നവർക്കും ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കുമൊക്കെ ഓരോ മരണങ്ങളും ഓരോ പാഠങ്ങളായിരിക്കണം. എത്രയോ നിസ്സാരന്മാരാണ് നമ്മൾ. ഞാൻ വലുതേ എന്നും പറഞ്ഞാണ് ഓരോ മനുഷ്യനും നടക്കുന്നത്. ഒന്നുമല്ല, നമ്മൾ വെറും പുഴുവിനേക്കാളും നിസ്സാരപ്പെട്ടവരാണ് മനുഷ്യർ. അത് മനസ്സിലാക്കി എല്ലാവരോടും ക്ഷമിച്ചും സ്നേഹിച്ചും സഹകരിച്ചും മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.